കെപിസിസിയുടെ മാർഗനിർദ്ദേശം തള്ളി പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം വിവാദത്തിൽ. ഹരിപ്പാട് നഗരസഭയിലും പഞ്ചായത്തിലും ഇതോടെ വിമത സ്ഥാനാർത്ഥികൾ വ്യാപകമായി എത്താൻ തന്നെയാണ് സാധ്യത. യുഡിഎഫിനും കോൺഗ്രസിനും കടുത്ത ഭീഷണിയാണ് ഇത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട്ടും വിമത സ്ഥാനാർത്ഥികൾ യുഡിഎഫിന് തലവേദനയാവുകയാണ്. നഗരസഭയിലും പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികളെ നിർണയിച്ചതിൽ കെപിസിസിയുടെ നിർദ്ദേശങ്ങളെക്കാൾ നേതാക്കളുടെ താൽപര്യങ്ങൾക്ക് പരിഗണന നൽകിയതാണ് കോൺഗ്രസ് പാർട്ടിയിലും മുന്നണിയിലും തർക്കങ്ങൾ രൂക്ഷമാക്കിയത്. ഹരിപ്പാട് നഗരസഭയിലെ KSRTC വാർഡിൽ കോൺഗ്രസ് റിബലായി മത്സരിക്കുന്നത് 40 വർഷമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നാരായണ അയ്യരാണ്. എന്നോട് പാർട്ടി ജാതി കാണിച്ചു. പാർട്ടിയോട് ഞാൻ നിറകണ്ണുകളോട് പറയുകയാണ്, പാർട്ടിയോട് എനിക്ക് അമർഷമുണ്ട്. ആ അമർഷ ദിവസത്തിൽ രേഖപ്പെടുത്തുക. മരിക്കുമ്പോൾ ഒരു 3 മുഴ മൂവർണ്ണക്കൊടി എൻ്റെ ദേഹത്ത് കൊണ്ടിടാണെങ്കിൽ നേതൃത്വം തയ്യാറാവണം. ആ ഒരു ആഗ്രഹം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. എനിക്ക് 62 വയസ്സായി, 40 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നതിനകത്ത് ഈ അവസരം വരെ എനിക്കൊരു സീറ്റ് തരാനോ എനിക്കൊരു പാർട്ടി ഉന്നതതലത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാനം തരാനോ ഈ പാർട്ടി ശ്രമിച്ചിട്ടില്ല. കുമാരപുരം പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുന്നണിക്കുള്ളിലും അഭിപ്രായ വ്യത്യാസം പ്രകടമായതോടെ മുസ്ലിം ലീഗ് നേതാവും UDF മണ്ഡലം കമ്മിറ്റി ചെയർമാനുമായ നിസാമാണ് റിബൽ സ്ഥാനാർത്ഥിയായി കുമാരപുരം 5-ാം വാർഡിൽ മത്സരിക്കുന്നത്. 2015 ഞങ്ങൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹരിപ്പാടിൻ്റെ MLA പറയുകയും പിൻവലിച്ച് 2020 നിങ്ങൾക്ക് നിർബന്ധമായും ഒരു സീറ്റ് തരും എന്ന് ബഹുമാന്യനായ MLAയുടെ വാക്ക് കാതോർത്താണ് ഞങ്ങൾ 2015 പിന്മാറിയത്. 2020 സീറ്റ് ചർച്ചകൾ നടക്കുമ്പോൾ ഞങ്ങളുടെ കാര്യം പിന്നീടാവാം എന്ന് പറഞ്ഞ് അവസാനം കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ 7-ാം വാർഡിൻ്റെ തെക്കേ അറ്റത്തുനിന്ന് 5-ാം വാർഡിൽ കൊണ്ടു നിർത്തി. മുതുകുളം പഞ്ചായത്തിൽ 10ഓളം വാർഡുകളിൽ കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. പഞ്ചായത്ത് മുൻ പ്രസിഡന്റും DCC അംഗവുമായ ലാൽ മാളവിയ, മണ്ഡലം സെക്രട്ടറിമാരായ പ്രകാശ്, ആശ തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടും. കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് KPCയുടെ നിർദ്ദേശങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും വിരുദ്ധമായിട്ടാണ്. ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം പാർട്ടി റിബലായി മത്സരിച്ചവർക്ക് ഈ തവണ സീറ്റ് കൊടുക്കില്ല എന്ന്. അതേപോലെ തന്നെ അതാത് വാർഡിലെ പാർട്ടിയിൽ ജയസാധ്യത നോക്കി അവിടെയുള്ള സീനിയർ നേതാക്കന്മാരടക്കമുള്ളവരെ പരിഗണിക്കണമെന്നാണ്. എന്നാൽ മുതുകുളം മണ്ഡലത്തിൽ ഗ്രൂപ്പിൻ്റെ മേൽ ഗ്രൂപ്പും അത് പിന്നെ വ്യക്തിയിലേക്ക് പോയിട്ട് ആ തരത്തിലാണ് സീറ്റ് നിർണയം നടത്തിയിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയുടെ ശാസനകൾക്ക് വഴങ്ങാതെ പാർട്ടിയിലെ തെറ്റുകളോട് പ്രതികരിക്കാൻ ഒരു കൂട്ടം പ്രവർത്തകർ രംഗത്തെത്തിയതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട്ട് കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.